ഹായ്, ഇന്ന് നമ്മൾ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ സെക്കൻഡ് സെഷനിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് സെഷനിൽ എന്താ പഠിച്ചത്, എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എന്താ നമുക്കങ്ങനെ വീഡിയോയുടെ ആവശ്യമില്ല. നമുക്ക് ഡെറിവേഷൻ്റെ ആവശ്യമില്ല, നമ്മുടെ സിലബസിൽ ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി എന്നാണ് പറയുന്നതെന്ന്. പക്ഷെ വേറൊരു കാര്യങ്ങളുണ്ട്, ഈ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഇതിനകത്തുനിന്ന് പ്രോബ്ലമാണ് ചോദിക്കുന്നത്. ഒരു പ്രാവശ്യമേ തിയറി ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ആ ഇക്വേഷൻ പറഞ്ഞു തരുവാണേ. സോ വി ആർ ഡീലിംഗ് വിത്ത് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാക്കണ്ടോ, ഇതൊരു ഡെൽറ്റ കണക്ഷനാണേ. അപ്പോൾ ഈ സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷനകത്ത് നിന്ന് സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലേക്കും ആക്കാം, ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്കും ആക്കാവേ. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് ആക്കുന്ന, കണ്ടോ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന കണ്ടോ, RAB RBC RCA എന്ന് പറഞ്ഞ് 3 റെസിസ്റ്റൻസ് ഉണ്ടേ. അപ്പം ഇതിന് ഞാൻ എങ്ങനെ സ്റ്റാറിലേക്ക് ആക്കുമ്പോൾ എന്താ ഈ നടുക്കൊരു വര കണ്ടോ, അവിടെ ഒരു RA വരും, ഇവിടെ കൂടെ RC എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് വരും, ഇതൊരു RB എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് വരും. ദാ നോക്കിക്കേ, ദാ ഇതുപോലെ കണ്ടോ, RAB RBC RCA എന്നുള്ള ഡെൽറ്റ കണക്ഷനെ സ്റ്റാർ ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം എങ്ങനെ ഇവരെ കൺവേർട്ട് ചെയ്യാം, ഇപ്പം നമുക്ക് ഈ RC എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസാണ് എടുക്കുന്നതെങ്കിൽ ഇതിനോട് ചേർന്ന് ഈ സിയിലോട് ചേർന്ന് കിടക്കുന്ന 2 ബ്രാഞ്ചസാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 2 ബ്രാഞ്ചസിലെ ഇവരുടെ പ്രോഡക്റ്റ് എടുക്കണം, എന്നിട്ട് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ ആംസ് ഓഫ് ദ ഡെൽറ്റ, അതായത് ഈ ബാക്കി എല്ലാ റെസിസ്റ്റൻസിൻ്റെയും സമ്മാണ്. ഇതാ കണ്ടോ, ഏത് റെസിസ്റ്റൻസ്, ഇപ്പം ഈ റെസിസ്റ്റൻസാണ് ഞാൻ എടുക്കുന്നത്, RA ആ എടുക്കുന്നതെങ്കിൽ എങ്ങനെ, RA ഇവിടെ അല്ലേ വരണ്ടേ. അപ്പം ഈ എയോട് ചേർന്ന് നിൽക്കുന്ന 2 ബ്രാഞ്ച് ഏതാ, RCAയും RABയും. അപ്പം ഇവരുടെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുക്കണം, RAB ഇൻറ്റു RCA ഡിവൈഡഡ് ബൈ ഈ 3 പേരുടെയും സം, അതായത് RAB പ്ലസ് RBC പ്ലസ് RCA. കണ്ടോ, നോക്കിക്കേ, RA എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ്, അപ്പോൾ അടുത്ത് നിൽക്കുന്നത് RAB ഇൻറ്റു RCA ഡിവൈഡഡ് ബൈ RAB പ്ലസ് RBC പ്ലസ് RCA. മനസ്സിലായല്ലോ. അങ്ങനെയാണ് RB എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, RB എന്ന് പറഞ്ഞാൽ അതാ ഇവിടെ ഉള്ള ആളാണേ. അപ്പോൾ എന്താ, ബിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാരൊക്കെയാ, RABയും RBCയും. ഓക്കെ, അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് സം ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ. നോക്കിക്കേ, RAB ഇൻറ്റു RBC ഡിവൈഡഡ് ബൈ RAB പ്ലസ് RBC പ്ലസ് RCA. അപ്പോൾ RA കണ്ടുപിടിച്ചു, RB കണ്ടുപിടിച്ചാൽ ഇനി മിച്ചം കണ്ടുപിടിക്കാൻ ആരാ ഉള്ളത്, RC എന്ന് പറഞ്ഞാൽ ഇവിടെ സിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാരൊക്കെയാ, RCAയും RBCയും. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് എടുക്കണം, കണ്ടോ, RBC ഇൻറ്റു RCA ഡിവൈഡഡ് ബൈ RAB പ്ലസ് RBC പ്ലസ് RCA. കണ്ടോ കിട്ടിയേക്കുന്നേ, ഇത്രയേ ഉള്ളൂ. ഡെൽറ്റയിൽ നിന്ന് സ്റ്റാർ ആക്കണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരിക, കണ്ടോ, ഡെൽറ്റയിൽ നിന്ന് സ്റ്റാർ ആക്കണമെങ്കിൽ ഏത് നോഡിലെയാണോ എടുക്കേണ്ടത് അതിനോട് ചേർന്ന് നിൽക്കുന്ന 2 ആംസിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുക, പ്രോഡക്റ്റ് ഓഫ് ദ അഡ്ജസൻറ്റ് ആംസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസസ്. ഇപ്പം RA ആണ്, ഇവിടെയാണ് RA എന്ന് പറഞ്ഞാൽ RAB ഇൻറ്റു RCA ഡിവൈഡഡ് ബൈ RAB പ്ലസ് RBC പ്ലസ് RCA. കണ്ടോ, RAB ഇൻറ്റു RCA ഡിവൈഡഡ് ബൈ RAB പ്ലസ് RBC പ്ലസ് RCA. ഇനി RB കണ്ടുപിടിക്കണമെങ്കിൽ എന്നാ എടുക്കും, ഈ RB കണ്ടുപിടിക്കണേ എന്നാ എടുക്കും, RB ആണ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന 2 പേര് ആരൊക്കെയാ, RABയും RBCയും. ഈ ചേർന്ന് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഡൗട്ട് വരുവാണെങ്കിൽ എന്നാ ഓർക്കേണ്ടതെന്ന് അറിയാമോ, ഇപ്പം ഇത് RB അല്ലേ, അപ്പോൾ ഈ B ടേം വരുന്നത് മുകളിൽ എഴുതണം. എന്താ, ഏതൊക്കെയാണ് ഉള്ളത്, RAB RBC RCA. അതിനകത്ത് B വരുന്നത് ഏതൊക്കെയാ, RABയും RBCയുമാണ്. അപ്പോൾ RB വരുമ്പോൾ എന്നാ എടുക്കണം, RAB ഇൻറ്റു RBC ഡിവൈഡഡ് ബൈ ബാക്കിയെല്ലാം RAB പ്ലസ് RBC പ്ലസ് RCA. അങ്ങനെയാണെങ്കിൽ നമ്മൾ RC എടുക്കുകയെന്ന് വെച്ചോ, RC എന്ന് പറയുമ്പോൾ എന്താ, C ഉള്ളത് ഏതൊക്കെയാ, ABക്കകത്തില്ല, പിന്നെ ഏതൊക്കെയുള്ളത്, BCയും CAയും. അതാണ് RBC ഇൻറ്റു RCA ഡിവൈഡഡ് ബൈ RAB പ്ലസ് RBC പ്ലസ് RCA. ഇത്രയേ ഉള്ളൂ ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷൻ. ഓക്കെ, ഇനി സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ ആണെങ്കിൽ ഇപ്പം നോക്കിക്കോണേ, ഡെൽറ്റ ടു സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആണ്, ന്യൂമറേറ്ററിൽ മാത്രമേ മാറുന്നുള്ളൂ. ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ടുള്ളത് എടുക്കുക, ഇപ്പം RA എന്നാണ് A ഉള്ള ടേംസ് എടുക്കുവാണ് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്റർ സം ആണ്. ഓക്കെ,
പക്ഷേ സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ വരുമ്പോഴത്തേക്കും ന്യൂമറേറ്റർ എപ്പോഴും സെയിം ആയിരിക്കും, ഡിനോമിനേറ്റർ ഇല്ലാത്തതും ആയിരിക്കും കേട്ടോ. അത് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർ ടു ഡെൽറ്റയിലേക്ക് പോവുകയാണേ. സ്റ്റാർ ടു ഡെൽറ്റ എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ സ്റ്റാർ ആയിട്ടുള്ളതിനെ ഡെൽറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ഇക്വേഷൻ വേണ്ടത് ഏതൊക്കെയാണ്? RAB, RBC, RCയുടെ ഇക്വേഷനാണ്. അപ്പോൾ ഈ RABയുടെ എടുക്കുമ്പോൾ എന്നാ എടുക്കണം എന്നറിയാവോ? ഇതിൻ്റെ കോമ്പിനേഷൻ, സം ഓഫ് ദ കോമ്പിനേഷൻ എടുക്കണം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്നാടാ? 1, 2, 3 എന്ന് പറഞ്ഞ് 3 സാധനം നമുക്കുണ്ട്. R1, R2, R3 എന്ന് പറഞ്ഞാൽ അവരുടെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ്? പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ? R1, R2 എടുക്കണം, R2, R3 എടുക്കണം, പിന്നെ R3, R1. അത്രയും കോമ്പിനേഷനല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഇതിൻ്റെയൊക്കെ സം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ABC അല്ലേ, അപ്പം RARB പ്ലസ് RBRC പ്ലസ് RARC ഡിവൈഡഡ് ബൈ ഏതാണോ ഇല്ലാത്തത് അത് വേണം എടുക്കാൻ. ഇപ്പം RAB എന്ന് പറയുമ്പോൾ എന്താ? എയും ബിയും ഉണ്ട്, പിന്നെ ഇല്ലാത്ത ഏതാ? C. അപ്പം ഡിവൈഡഡ് ബൈ RC. അല്ലെ ശരിക്ക് പറഞ്ഞു തരുവാണേലേ ഇതിൻ്റെ സം ഓഫ് ദ കോമ്പിനേഷൻസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ബ്രാഞ്ച് എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ RAB ഞാൻ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, RABയുടെ ഓപ്പോസിറ്റായിട്ട് ആരാ വരുന്നത്? RC ആണ്. അപ്പോൾ എന്താ? RC എടുക്കണം. ഇനി ഓപ്പോസിറ്റൊക്കെ ചില പിള്ളേർക്ക് വരച്ചൊക്കെ എടുക്കുമ്പോൾ പാടാണെന്നാണ് ഞാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ എയിലും ബിയിലും ഇല്ലാത്തത് ഏതാണോ അത് എടുക്കണം, RC. അതാണ് സ്റ്റാർ ഡെൽറ്റയും ഡെൽറ്റ സ്റ്റാറും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഡെൽറ്റ സ്റ്റാറിൽ ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആയിരിക്കും. പിന്നെ കോമൺ പോയിന്റ്, അതായത് എ ഉണ്ടെങ്കിൽ എ ഉള്ള ടേംസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ന്യൂമറേറ്ററിൽ ഇപ്പം RA കണ്ടുപിടിക്കണമെങ്കിൽ RABയും RBCയും കൂടെ മൾട്ടിപ്ലൈ RABയും RACയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുക ചെയ്യുന്നത്. ആ ഡിനോമിനേറ്റർ എപ്പോഴും സം ആയിരിക്കും. എപ്പോഴാ? ഡെൽറ്റ ടു സ്റ്റാറിൽ. പക്ഷേ സ്റ്റാർ ടു ഡെൽറ്റ ആകുമ്പോൾ നേരെ തിരിച്ചാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ന്യൂമറേറ്റർ എപ്പോഴും ഒരുപോലെ ഇരിക്കും. അത് സം ഓഫ് കോമ്പിനേഷൻസ് ആയിരിക്കും. RARB പ്ലസ് RBRC പ്ലസ് RARC ഡിവൈഡഡ് ബൈ അതിനകത്ത് ഇല്ലാത്ത ആളാരാണോ അവരെ. ഇപ്പം RAB എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ആളാരാ? C ആണ്. അതുകൊണ്ട് ബൈ RC എടുത്തു. ഇനിയിപ്പോൾ RAB കണ്ടുപിടിച്ചെങ്കിൽ നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ള ആരെയാ? RBC കണ്ടുപിടിക്കുമ്പോൾ എന്താ? ന്യൂമറേറ്റർ എപ്പോഴും സെയിം ആയിരിക്കും, പിന്നെ ബിയും സിയും ഇല്ലാത്ത ആളാരാ? RA. അപ്പം ഡിവൈഡഡ് ബൈ RA ആയിരിക്കണം. നോക്കിക്കേ, കണ്ടോ? RBC എന്ന് പറഞ്ഞാൽ RARB പ്ലസ് RBRC പ്ലസ് RARC ഡിവൈഡഡ് ബൈ ബിയിലും സിയിലും ഇല്ലാത്ത ആള് RA. കണ്ടോ? അങ്ങനെയാണ് മിച്ചമുള്ള RC എന്ന് നിങ്ങൾക്ക് പറയാവോ? എങ്ങനെയാ? ന്യൂമറേറ്റർ സെയിം ആയിരിക്കും. RARB പ്ലസ് RBRC പ്ലസ് RARC ഡിവൈഡഡ് ബൈ സിയിലും എയിലും ഇല്ലാത്ത ആൾ RB, അല്ലെങ്കിൽ CA എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പുറത്തേൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആൾ RB ഡിവൈഡഡ് ബൈ RB. ഇത്രയേ ഉള്ളന്നേ സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇല്ലാത്ത ആളുടെ AB ന്യൂമറേറ്റർ എപ്പോഴും സെയിമാണ്. എല്ലാ കേസിലും ന്യൂമറേറ്റർ സെയിം ആണ്. പിന്നെ എയിലും ബിയിലും ഇല്ലാത്ത ആളെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ കൊണ്ടുവന്ന് ഡിനോമിനേറ്റർ ഇടണം. ഇവിടെ എന്താ? ബിയിലും സിയിലും ഇല്ലാത്ത ആൾ RA ഡിനോമിനേറ്ററിൽ കൊണ്ടിട്ടു. സിയിലും എയിലും ഇല്ലാത്ത ആളാരാ? RB ഡിനോമിനേറ്ററിൽ കൊണ്ടിട്ടു. കണ്ടോ? രണ്ട് ഇക്വേഷൻ ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് എഴുതി കാണിക്കുകയാണ്. കണ്ടോ? RA ഇത് ഡെൽറ്റ ടു സ്റ്റാർ വരുമ്പോൾ നോക്കിക്കേ, ഡിനോമിനേറ്റർ എല്ലാം ഇവിടെ സെയിം ആയിരിക്കും. പക്ഷേ സ്റ്റാർ ടു ഡെൽറ്റ വരുമ്പോഴോ ന്യൂമറേറ്റർ ആയിരിക്കും സെയിം. വ്യത്യാസം മനസ്സിലായോ? ഇനി നോക്കിക്കേ, ഇവിടെ വ്യത്യാസം വരുന്നത് ന്യൂമറേറ്ററിലാണ്. ന്യൂമറേറ്ററിൽ എങ്ങനെയാ? RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ A ഉള്ള ടേംസ് ഒക്കെ പെറുക്കി എഴുതുക ഇതിനകത്തുനിന്ന്. അതായത് A ഉള്ള RABയും RACയും. സോ RAB ഇൻറ്റു RAC. അതേസമയം ഇവിടെ വരുമ്പോൾ RAB ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പം ഇല്ലാത്ത ആളെ പെറുക്കി എഴുതുക. ഏതാ? RC. ഇവിടെ ഉള്ള ആൾക്കാരെ കോമൺ ഉള്ളവരെ എടുത്തു, ഇവിടെ ഇല്ലാത്ത ആൾക്കാരെ എടുത്തെഴുതി. ഇതാണ് ഈ ഒരു ഇക്വേഷൻ. ഇങ്ങനെ ഓർത്ത് പഠിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതാൻ പറ്റും. ഈ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കണ്ടോ? സ്ക്രീനിൽ കൂടെ പോകുന്നുണ്ടോ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ? എന്താ ചോദിച്ചിരിക്കുന്നതെന്നുണ്ടോ? എത്ര എണ്ണം? ഇതൊക്കെ A പാർട്ടിൽ ചോദിച്ചാണ് 4 മാർക്കിന്. പിന്നെ അങ്ങോട്ട് വരുമ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. കണ്ടോ? അപ്പോൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 15 വരെയുള്ള ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് ജൂലൈ 18, ജൂലൈ 15 വരെയുള്ള പുതിയ K2 സിലബസിലുള്ളതേ എടുത്തിട്ടുള്ളൂ. പഴയ സിലബസിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. ഇക്വേഷൻ ഒരു സെറ്റ് പഠിച്ചു വെച്ചിട്ട് നമ്മൾ എന്നാ എടുക്കും? ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യും. കേട്ടല്ലോ?
അപ്പോൾ ഓക്കെ ആണോ? ഓക്കെ, എന്നാൽ ശരി. അപ്പം ബൈ ബൈ, ഹാപ്പി ലേണിംഗ്.